ഞങ്ങളുടെ ഗുജറാത്തിലെ ഇത്തവണത്തെ ഓണാഘോഷം ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ നമ്മളുടെ ഓണാഘോഷമൊക്കെ തുടങ്ങിയെന്ന് തന്നെ പറയാം. അപ്പം ഇവിടെയുള്ള ഒരു മലയാളി അസോസിയേഷൻ്റെ വക ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു കേട്ടോ അവിടുത്തെ ഓണാഘോഷം. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല സദ്യയൊക്കെ അവിടുന്ന് കിട്ടിയിട്ടോ. അപ്പം അടിപൊളിയായിട്ട് അവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സദ്യ കഴിച്ചിട്ട് തുടങ്ങിയിട്ട്. ഇത്തവണ ഞങ്ങൾ ഓണത്തിന് നാട്ടിൽ പോകാത്തതുകൊണ്ട് ആദ്യം ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഓണാഘോഷം വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തായാലും നിങ്ങളിപ്പോൾ കാണുമല്ലോ, അപ്പം തന്നെ അറിയാം. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ഓണാഘോഷത്തിലേക്ക് കിടക്കുകയാണ്. ഈ ഓണാഘോഷം ഓണത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു കേട്ടോ. നമ്മളെല്ലാം മലയാളീസും കൂടെ കൂടി ചേർന്നിട്ട് അടിച്ചു പൊളിച്ചൊരു ഓണാഘോഷം തന്നെയായിരുന്നു എന്ന് പറയാം. അപ്പോൾ അതാ മാവേലിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാമിക്കുട്ടിയൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് മാവേലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പം ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ പേരാണ് ആരവം 2025. അപ്പോൾ അതേ നല്ല അടിപൊളി പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ദേ വിളക്കൊക്കെ കൊളുത്തിയിട്ട് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങി. പിന്നെ വലിയ പൂക്കളവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസത്തിലായിരുന്നു. പിന്നെ തുടക്കം തന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫാഷൻ ഷോ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വാമിക്കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ ഫാഷൻ ഷോയ്ക്ക്. അപ്പം ആദ്യം തന്നെ ആൾ സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഭയങ്കര വിഷമിച്ചുകൊണ്ടാണ് കയറി വന്നത്. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ണൊക്കെ തുടച്ചതേ കണ്ടില്ലേ, കണ്ണൊക്കെ തുടച്ച് ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ വിതുമ്പിയിട്ടാണ് കൈയൊക്കെ കൂപ്പിയിടുക, കണ്ണൊക്കെ തുടച്ച് തിരിച്ചു പോകുന്നത്. അപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയില്ലായിരുന്നു. പിന്നെ ദേ അവൾ പിന്നെയും ഒന്നും കൂടെ ഫാഷൻ ഷോ എന്നും പറഞ്ഞിട്ട് കയറി വന്നിട്ട് അവൾ കരഞ്ഞ് കയറിയോണ്ട് തന്നെ ഒന്നുകൂടെ കരയാണ്ടെയാണ് ആളെ കയറ്റിയിട്ടുണ്ടായിരുന്നത് സ്റ്റേജിലേക്ക്. അപ്പോൾ പിന്നെ വന്നപ്പോൾ ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു. ദേ ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുത്തു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അവളുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവൻ്റെ കൂടെയാണ് കയറി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ടാറ്റയൊക്കെ കൊടുത്ത് പിന്നെ ഒരു തിരിയലൊക്കെ തിരിഞ്ഞ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെയാണ് ആൾ പിന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത്. പിന്നെ ഞങ്ങളുടെ തിരുവാതിരയായിരുന്നു കേട്ടോ. ദേ ആ ധാവണിയിട്ട ആളാണ് കേട്ടോ ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നെ. എന്തായാലും ഞാൻ ധാവണിയാണ് കേട്ടോ തവണ ഓണത്തിനിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാമിക്കുട്ടിയും ഫ്രണ്ട്സിൻ്റെയും ഡാൻസ് ആയിരുന്നു. ഈ ഡാൻസ് ഞാൻ പഠിപ്പിച്ചു കൊടുത്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെ പഠിപ്പിച്ചു അതേപോലെ തന്നെ അവരെല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം ദേ എൻ്റെ വക എന്ന് വെച്ചാൽ ഞങ്ങളുടെ വക ഒരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു. ഈ പാട്ട് മറ്റേ പാട്ടാണ്, തകില് പുകില്, ആ പാട്ടില്ലേ. ആ സ്റ്റെപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണും. ഈ പാട്ടിന് ഈ സ്റ്റെപ്പ് തന്നെയാണ് എല്ലാവരും കളിക്കാറുള്ളത്. അതിനാണ് ഞങ്ങളും കളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ഡാൻസും കൂടി ഞങ്ങൾ ചെയ്തു കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹസ്ബൻഡ്സിൻ്റെ ഡാൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഏട്ടനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റേജിൽ കയറുന്നുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഏത് സ്റ്റേജ്, എങ്ങനെയൊക്കെ സ്റ്റെപ്സ് ആണെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നമ്മൾ അവരുടെ ഒരു ഡാൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവരൊരു സർപ്രൈസ് ആയിട്ടാണ് ഡാൻസ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും അറിയില്ല. 2 ദിവസം കൊണ്ടാണ് അവർ പഠിച്ചെടുത്തത്. എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ എൻട്രി ഒക്കെ കണ്ണടയൊക്കെ ഇട്ടിട്ടായിരുന്നു. പിന്നെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, കഥകളി ഇട്ട ഷർട്ട് ഇട്ട ആ ഒരു ആളില്ലേ, അതാണ് എൻ്റെ കെട്ടിയോൻ എന്ന് പറഞ്ഞത്. ഭയങ്കര ഏട്ടൻ ആസ്വദിച്ച് കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ എനിക്ക് അപ്പോൾ തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. എല്ലാവരും എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തൊരു ഫംഗ്ഷനായിരുന്നു. അതുകൂടാണ്ട് വടംവലി ഉണ്ടായിരുന്നു, പിന്നെ മ്യൂസിക്കൽ ചെയർ, അങ്ങനത്തെ കുറേ പരിപാടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ലേഡീസൊക്കെ തകർത്തങ്ങ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്താ പറയുക, ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. പൂക്കളൊക്കെ ഒരുവിധം ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡാൻസ് തുടങ്ങിയപ്പോൾ തന്നെ. എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല അടിപൊളി സദ്യ ഞങ്ങൾ കഴിച്ചു കേട്ടോ. സദ്യ പറയുമ്പം കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് ചേർന്നിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മുടെ വാമിക്കുട്ടീൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കണ്ടില്ലേ. ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. എൻ്റെ ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.